അതപ്പതിച്ചൊരു പാർട്ടിയാണ് നിങ്ങളുടേത് എന്ന് പറയാൻ തോന്നുന്നു സഖാക്കന്മാരെ. ഭർത്താവുണ്ടായിട്ടും കാമുകനോടൊപ്പം അയാൾ വിളിച്ചെടുത്തേക്ക് പോയി കിടന്നുകൊടുത്ത സ്ത്രീയുടെ കഴിഞ്ഞ ഗർഭകഥയിലേക്ക് കടന്നു ചെന്ന് അവളോടൊപ്പം എന്ന് കൊട്ടിഘോഷിച്ചിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇതിൽ കൂടി നിങ്ങൾ വിവാഹിതരായ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പാഠം എന്താണ്? നിങ്ങൾ ഭർത്താക്കന്മാരെ ചതിച്ചോളൂ, എന്നിട്ട് എല്ലാവരുമായി ബന്ധം സ്ഥാപിച്ചോളൂ, അതിനുശേഷം വരുന്ന എന്ത് പ്രശ്നങ്ങൾക്കും നമ്മുടെ സർക്കാർ കൂടെ തന്നെ നിൽക്കും എന്നാണ്. അത് സ്ത്രീയെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ്. കാരണം കൂടെ നിൽക്കാൻ ഓരോ പ്രസ്ഥാനങ്ങൾ കട്ടക്ക് കൂടെ ഉണ്ടല്ലോ അല്ലേ. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സുഖിച്ച കാര്യത്തിന് പിന്നീട് പുരുഷൻ മാത്രം എങ്ങനെ തെറ്റുകാരനായി? ഈ ഗർഭം നടന്നിട്ട് നാളെത്രയായി? ഇപ്പോഴാണോ ബ്ലീഡിങ്ങിന്റെ വേദന അറിഞ്ഞു തുടങ്ങിയത്? അന്ന് ആ സംഭവം ഉണ്ടായ സമയത്ത് അയാൾക്കെതിരെ എന്തുകൊണ്ട് ഇതുപോലെ കേസ് കൊടുക്കാൻ തയ്യാറാവാത്ത സ്ത്രീയെ എങ്ങനെ നിങ്ങൾ ചേർത്ത് നിർത്തുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ പലരെയും നിങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ പാർട്ടിയിലെ ചിലർ പീഡിപ്പിച്ച സ്ത്രീകൾക്കെതിരെ നിങ്ങൾ നിലപാട് എടുക്കാത്തത് എന്തായിരുന്നു? അതും സ്ത്രീകൾ തന്നെയല്ലേ? അതിന്റെ തീവ്രത അളന്നു കിട്ടിയില്ല എന്നാണോ? രാഷ്ട്രീയപരമായ കപടധാർമ്മികത ആണ് ഇതെന്ന് വ്യക്തം. അയാളെ രാഹുലിനെ വലിച്ചു പുറത്തിടുന്ന നേരത്ത് നിങ്ങളുടെ ഭരണത്തിൽ ഇരിക്കുന്ന പലരെയും എടുത്ത് പുറത്തിടാൻ നിങ്ങൾ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തർത്ഥമാണുള്ളത്? അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ട മകളുടെ കൂടെ നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾ നീതി മേടിച്ചു കൊടുക്ക്. അവർക്ക് നിങ്ങൾ നീതി മേടിച്ചു കൊടുക്ക്. സഹോദരനാൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ കൂടെ നിങ്ങൾ നിൽക്ക്. ഇത് നിങ്ങൾ ചെയ്യുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ഗർഭം കഴിഞ്ഞിട്ട് കാലം എത്രയായി? സ്ത്രീയും പുരുഷനും ഒരുപോലെ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കണം. സ്ത്രീയെ സേഫ് ആക്കേണ്ടതില്ല. ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾക്ക് ആർക്കെതിരെയും എന്തും തൊടുത്തു വിടാൻ സാധിക്കും. കേസ് കൊടുത്തപ്പോ വിവാഹിത ആണെന്ന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ അറിയുമെന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൽന രാജ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവെച്ച ഒരു കുറിപ്പാണ്. ഈ കുറിപ്പ് നിങ്ങൾ എല്ലാവരും എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. പക്ഷെ പ്രിൽന രാജിന്റെ ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. പ്രിൽന ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഭർത്താവിനെ വഞ്ചിച്ച് കാമുകനോടൊപ്പം ഇറങ്ങി തിരിച്ച യുവതി, ആ യുവതി മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം, കാലം ഒരുപാട് കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ പരാതിയുമായി വരുമ്പോൾ അതിനെ ഏറ്റുപിടിക്കുന്ന സഖാക്കളുടെ ധാർമ്മികത എന്താണ്? നിങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്ന സന്ദേശം എന്താണ്? ഓഫ് കോഴ്സ് ഷുവറായിട്ടും ഇവർ വിളിച്ചു പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് വിവാഹിതരാണെങ്കിലും കാരണം ഇവരൊക്കെ ഭൗതികവാദികളാണല്ലോ. എല്ലാത്തിനും ഭൗതികത മാത്രമാണല്ലോ ഇവരുടെ മുന്നിലുള്ള ആകെ മാനദണ്ഡം എന്ന് പറയുന്നത് ഭൗതികതയാണ്. അപ്പോ ആ ഭൗതികത മുന്നിൽ വെച്ചുകൊണ്ട് ഇവർ പറയുന്നത് വിവാഹിതരായ സ്ത്രീകള്, ഭർത്താവുള്ളവര്, നിങ്ങൾ ഭർത്താക്കന്മാരെ വേണ്ട വിധം വഞ്ചിച്ചോളൂ, നിങ്ങൾ ഭർത്താക്കന്മാരെ വേണ്ട വിധം തേച്ച് ചുമരിലൊട്ടിച്ചോളൂ, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും ഇറങ്ങിപ്പോയിക്കോളൂ, ആരൊക്കെ വിളിച്ചാലും പോയി കിടന്നു കൊടുത്തോളൂ, ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവസാനം കേസ് വരുമ്പോ അത് ഞങ്ങളുടെ പാർട്ടിക്കാരനാവാതിരുന്നാൽ മതി, മറ്റേത് പാർട്ടിക്കാരനാണെങ്കിലും ഏറ്റുപിടിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ പാർട്ടിക്കാരനാണെങ്കിൽ ഞങ്ങൾ അത് ഏറ്റുപിടിക്കില്ല. കാരണം മുകേഷിന്റെ കാര്യത്തിൽ എന്താണ് ഇവർ പറയുന്നത്? വീണ്ടും വീണ്ടും കഴിഞ്ഞ ദിവസം ഗോവിന്ദനോട് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നു അത് കോടതി തീരുമാനിക്കട്ടെ, അതുവരെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ അതുവരെ ഈ പോകുന്ന പോക്കാം. അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ കാര്യത്തിലും അത് തന്നെയാണ് വേണ്ടത്. കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിക്കുമ്പോൾ കോടതി എന്താണ് പറയുന്നത് അതുവരെ ഒരു ധാർമ്മികതയുമില്ല. ധാർമ്മികതയില്ലെന്നേ. കാരണം നമ്മുടെ രാജ്യത്ത് നീതിന്യായ കോടതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉള്ളപ്പോ ആ കോടതി എന്താണ് പറയുന്നത് എന്ന് വരെ നമുക്ക് സാവകാശമുണ്ട്. കോടതി തീരുമാനിക്കും എവിടെയാണ് നീതി, ആർക്കൊപ്പമാണ് നീതി, ആർക്കാണ് നീതി ലഭിക്കേണ്ടത്, ഈ പറയുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്താണ്, ഇതിന്റെ ഈ പുകമറകൾ എവിടെ വരെ എത്തും എന്നുള്ളതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിക്കുന്നത് വരെ രാഹുലിനൊപ്പം തന്നെ. മുകേഷിനൊപ്പം നിൽക്കാമെങ്കിൽ കോടതി തീരുമാനിക്കുന്നവരെ രാഹുലിനൊപ്പം തന്നെ. മുകേഷിന് MLA ആയി തുടരാമെങ്കിൽ കോടതി തീരുമാനിക്കുന്നത് വരെ രാഹുലിനൊപ്പം തന്നെ. ഇനി രാഹുലിന്റെ കാര്യത്തിൽ മുകേഷിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം കൂടി ഞാൻ പറഞ്ഞു തരാം. രാഹുലിന്റെ കാര്യത്തിൽ
യുവതി ഒരു പരാതി നൽകിയിരിക്കുന്നു. ആ പരാതിയിൽ യുവതി പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചാണ് ഇവിടെ ഓരോ സെക്ഷനുകളും എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെ? ചാർജ് ചെയ്തിരിക്കുന്നത്, ഓരോ സെക്ഷനുകളും ചാർജ് ചെയ്തിരിക്കുന്നത് യുവതി പറഞ്ഞതനുസരിച്ചാണല്ലോ. രാഹുൽ പറയാനുള്ളതോ രാഹുൽ പറഞ്ഞതോ ഒന്നും ആ സെക്ഷനുകൾ നിർണ്ണയിക്കുന്നതിൽ പോലും ഇവിടെ അടിസ്ഥാനപ്പെടുത്തിയില്ല, മാനദണ്ഡമാക്കിയിട്ടില്ല. അപ്പോ അങ്ങനെയാണ് ഒരു കാര്യം. പിന്നെ മുകേഷിന്റെ കാര്യത്തിൽ യുവതി പറഞ്ഞതിനനുസരിച്ച് സെക്ഷനൊക്കെ ഇട്ടു, അന്വേഷിച്ച ഉദ്യോഗസ്ഥർ കുറ്റപത്രം സമർപ്പിച്ചു. എന്താ കുറ്റപത്രം? ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചു. എന്നിട്ടും മുകേഷ് ഇപ്പോഴും MLA ആയി തുടരുന്നുണ്ടെങ്കിൽ രാഹുലിനും MLA ആയി തുടരാം. രാഹുലിനൊപ്പം മാത്രമാണ്. ഈ പ്രിലിന പറഞ്ഞതുപോലെ തന്നെ ഭർത്താവിനെ വഞ്ചിച്ച് കാമുകനോടൊപ്പം പോയി കിടന്ന യുവതിയോടൊപ്പമല്ല കേരളം രാഹുലിനൊപ്പം തന്നെയാണ്, അല്ലേ? അങ്ങനെ തന്നെയാണ് വേണ്ടത്. ധാർമ്മികത എന്നു പറയുന്നുണ്ടെങ്കിൽ ആ ധാർമ്മികത രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും അങ്ങനെ രംഗത്ത് പ്രവർത്തിക്കുക എന്നുള്ള മാനദണ്ഡമൊന്നുമില്ല. ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യനാണോ എന്നുള്ളതാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമമാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി ആരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ധാർമ്മികത ഉണ്ടാവണം. അല്ല, അതിൽ സെലക്റ്റീവായിട്ട് ചില ആളുകൾ മാത്രം ധാർമ്മികത കാണിക്കണം, മറ്റുള്ളവർക്കൊന്നും ധാർമ്മികത വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോ അത്തരത്തിലുള്ള വാദഗതികൾ വേണ്ട. പിന്നെ ഈ പറയുന്ന സ്ത്രീയെ ഏറ്റുപിടിച്ച് നടക്കുന്നവർ, ഇവരുടെ ധാർമ്മികത ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം അത് ഇവരുടെ ന്യൂസ് റൂമുകളിൽ നടക്കുന്ന അതിക്രമങ്ങള്, ക്രൂരമായ പീഡനങ്ങള്, ആ പീഡനങ്ങളിൽ അനുഭവിക്കുന്ന സ്ത്രീക്ക് എന്താണ് നീതി ലഭിച്ചത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള മുകേഷിന്റെ കാര്യം മാത്രം എടുക്കാം. മുകേഷ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ആളുകൾ. ഈ മുകേഷിന്റെ കാര്യം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള മുകേഷിന്റെ കാര്യം, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട, അറസ്റ്റ് ചെയ്യപ്പെട്ട മുകേഷിന്റെ കാര്യം മാത്രം എടുക്കാം. അവിടെയും ഇവർ കൊടുക്കുന്ന സന്ദേശങ്ങൾ എന്താണ്? ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികത എന്താണ്? ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട്, ഇവിടുത്തെ സ്ത്രീ സമൂഹത്തോട്, വിവാഹിതരായ സ്ത്രീകളോട് അവർ പറഞ്ഞു വെക്കുന്നത് എന്താണ്? നിങ്ങൾ ഭർത്താവിനെ വഞ്ചിക്കണം, ഭർത്താവിനെ വഞ്ചിച്ചിട്ട് നിങ്ങൾ കാമുകനോടൊപ്പം പോകണം, ആ പോയിട്ട് ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും ഞങ്ങൾ ഏറ്റുപിടിക്കും എന്നാണോ നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നത്? ഇതാണോ നവോത്ഥാനം? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നവോത്ഥാനം ഇതാണോ? നവോത്ഥാനം എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മനസ്സിലാകുന്നില്ല, ഒട്ടും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പ്രില്ല പറഞ്ഞതുപോലെ തന്നെ സഖാക്കളെ, നിങ്ങളുടെ പാർട്ടി ഒരു അധപ്പതിച്ച പാർട്ടിയാണ് എന്ന് പറയേണ്ടി വരികയാണ്. അത് പറയാതെ നിർവാഹമില്ല. അധപ്പതിച്ച പാർട്ടിയാണ്. പണ്ട് സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ എതിർചേരിയിൽ നിൽക്കുന്ന യുവാക്കളായിട്ടുള്ള ആളുകള്, അവര് ആളുകൾക്കിടയിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നു, അവരെ പെണ്ണുകേസിൽ പെടുത്തണം എന്ന് തന്നെയാണ് ആ പഴയ കാലഘട്ടത്തെ തന്ത്രം വെച്ചുകൊണ്ട് തന്നെയാണ് CPM ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ടി ഒരു അധപ്പതിച്ച പാർട്ടിയാണ്. നിങ്ങൾ പറയുന്ന ധാർമ്മികത നിങ്ങളുടെ കാര്യത്തിൽ കാണുന്നില്ല എവിടെയും. നിങ്ങൾ വിളമ്പുന്ന ധാർമ്മികത അത് മുകേഷിന്റെ കാര്യത്തിലും, AK ശശീന്ദ്രന്റെ കാര്യത്തിലും, ഗണേഷ് കുമാറിന്റെ കാര്യത്തിലും, മുഹമ്മദ് റിയാസിന്റെ കാര്യത്തിലും, തോമസ് ഐസക്കിന്റെ കാര്യത്തിലും, കടകംപള്ളിയുടെ കാര്യത്തിലും, പിന്നെ P ശ്രീരാമകൃഷ്ണന്റെ കാര്യത്തിലും, ആരുടെ കാര്യത്തിലും ആ ധാർമ്മികത എവിടെയും കാണുന്നില്ല, അല്ലേ? അങ്ങനെയാണല്ലോ ഉള്ളത്, അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോ ധാർമ്മികത നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ആളുകൾ, ആ ധാർമ്മികത നീ ആദ്യം നടപ്പിലാക്ക്. ആ അന്തസ്സും അഭിമാനവും ഒക്കെ നിങ്ങൾ ആദ്യം നടപ്പിലാക്ക്. എന്തൊരു പ്രഹസനമാണ് ശിവൻകുട്ടി നിങ്ങൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ജയരാജ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഒരു ഈ പറയുന്നതൊന്നും നിങ്ങളുടെ കാര്യത്തിൽ ബാധകമാകുന്നില്ലേ? നിങ്ങളുടെ കാര്യത്തിൽ ബാധകമാകുന്നില്ലേ? മുകേഷിന്റെ ഇങ്ങനെ താങ്ങി നടക്കുമ്പോ തോമസ് ഐസക്കിനെയും P ശ്രീരാമകൃഷ്ണനെയും ശശീന്ദ്രനെയും ഗണേഷ് കുമാറിനെയും മുഹമ്മദ് റിയാസിനെയും ശശിയെയും PK ശശിയെയും ഒക്കെ താങ്ങി കൊണ്ട് നടക്കുമ്പോ ഈ ധാർമ്മികത നിങ്ങളുടെ ഇടയിൽ ചെലവാകുന്നില്ലേ? മനസ്സിലാവുന്നില്ല. മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്. വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളുടെ പാർട്ടി അതൊരു അധപ്പതിച്ച പാർട്ടി തന്നെയാണ് സഖാക്കളെ, അടിമകളെ എന്ന് പറയേണ്ടി വരികയാ. അത് പറയാതെ വേറെ നിർവാഹമില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോ സത്യനന്ദിക്കാട് പടച്ചു വെച്ച, അല്ലെങ്കിൽ സത്യനന്ദിക്കാട് പറഞ്ഞു വെച്ച
സത്യനന്ദൻകാട് പറഞ്ഞു വെച്ച ആ സന്ദേശം ഉൾക്കൊള്ളുകൊണ്ട് ആ ഐഡിയോളജി പിടിച്ചുകൊണ്ട് അതേ മാർഗരേഖയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളാണോ ധാർമ്മികത പഠിപ്പിക്കുന്നത്? നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് പുതിയ അറിവുകൾ അല്ലെങ്കിൽ പുതിയ 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 മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയാണോ? നിങ്ങൾ ഭർത്താവിനെ ചതിക്കണം, നിങ്ങൾ കാമുകൻ വിളിച്ചാൽ ഇറങ്ങിപ്പോകണം, വിളിച്ചില്ലെങ്കിലും കാമുകനെ കാണാൻ പോകണം, നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, കാമുകനത്ത് കിടക്കണം, കിടക്ക പങ്കിടണം, അവസാനം കാമുകൻ കൈയൊഴിയുമ്പോൾ കാമുകനെതിരെ കേസ് കൊടുക്കണം, ആ കേസ് ഏറ്റുപിടിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നാണോ നിങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ?